തൃശ്ശൂർ ജില്ല വടക്കാഞ്ചേരി എന്നാണ് വരുന്നത്. ഒരു 5 ദിവസത്തെ കാശ്മീർ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. എന്റെ പേര് ഗായത്രി. ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കണേ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 5 ഡേ ട്രിപ്പാണ് ഇവിടെ. എൻ്റെ പേര് ഗോകുൽ. ഞാൻ 7th-ലാണ്. ഞങ്ങൾ 5 ദിവസത്തേക്ക് ട്രിപ്പ് വന്നതാണ്, കാശ്മീർ ട്രിപ്പിൽ. ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. ഹായ്, എൻ്റെ പേര് ഗോപിക. ഞാൻ ഏജീസ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു, കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് കാശ്മീർ കാണണം, എല്ലാവരും കൂടെ വരണം എന്നുള്ളത്. അതിപ്പോൾ ഇപ്രാവശ്യമാണ് നടന്നത്. ഞങ്ങൾ 5 ദിവസത്തെ പ്ലാനാണ്. അപ്പോൾ ഇന്നലെ പോയി സോനാമാർഗ് പോയിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ്. ഹായ്, എൻ്റെ പേര് രാജീവൻ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു സ്വപ്നമായിരുന്നു കാശ്മീർ, എന്തായാലും സാക്ഷാത്കരിച്ചു. നല്ല അടിപൊളി സ്ഥലമാണ്, കാണേണ്ട സ്ഥലമാണ്. കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. ഓക്കെ, ചേട്ടൻ ഇവരെല്ലാം ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞിട്ട്, ചേട്ടൻ്റെ ആരൊക്കെ ആയിട്ട് വരുമെന്നൊന്ന് പറഞ്ഞിട്ട്. ഇല്ല, ഇവിടെ വന്നിട്ട് പറഞ്ഞു. ഞങ്ങള് ഫാമിലിയാണ്. ഇതിന്റെ അച്ഛൻ, അമ്മ. ഞങ്ങളൊരു ഫാമിലിയാണ്. ഇതിന്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇത് ഹസ്ബൻഡ്, മോള്, മോൻ, ഞാൻ. ഏജീസ് ഓഫീസിലാന്ന് പറഞ്ഞു. അപ്പം ഈ ചേട്ടൻ്റെ വീട് ശരി തന്നെ. ഇത് ഹസ്ബൻഡാ? ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ വീട് അടുത്ത് തന്നെയാണ്. ശരി. ഏത് കോളേജിലാണ് പഠിച്ചതൊക്കെ? ഞാനവിടെ വടക്കാഞ്ചേരി കോളേജിൽ. ഓക്കെ ഓക്കെ. എത്ര വരെ പഠിച്ചു എന്നൊക്കെ ഒന്ന് പറയാം. ഞാൻ ഡിഗ്രിക്ക് BCom ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് MA ഹിന്ദിയാണ് ചെയ്തത്. പിന്നെ B.Ed ഹിന്ദിയിൽ തന്നെയാണ് ചെയ്തത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടന് ബിസിനസ്സാണ്. എന്തിന്റെ ബിസിനസ്? സ്പെയർ പാർട്സിൻ്റെ. മോളെന്തിനാ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി BSc കെമിസ്ട്രി. എന്താവാൻ ആഗ്രഹം? എനിക്ക് ഗവൺമെന്റ് ഓഫീസർ. മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടോ? മാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഇപ്പോൾ 4 ഇയറിൽ കിട്ടും. BSc ചെയ്യുമ്പോൾ തന്നെ. ഓക്കെ ഓക്കെ. മോനെന്താ ആഗ്രഹം? ഓട്ടോമൊബൈലിൽ തന്നെയാണോ? വേറെ എന്താ ആകാൻ ആഗ്രഹം? സയൻറ്റിസ്റ്റ് ആണോ? ഓക്കെ ഓക്കെ. അതിനെന്താ പഠിക്കാൻ നോക്കുന്നത്? സയൻസ് പഠിക്കാം. കോളേജിലൊക്കെ പോകണം. മാമ എന്താ കൊടുക്കുന്ന? മാമ എന്ത് പറഞ്ഞു? മാമ എന്താ വീട്ടിലെ കാര്യമൊക്കെ എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര പേര് മക്കളൊക്കെ ഉണ്ട്? ഞങ്ങള് എൻ്റെ മോളാണിത്. മൂത്ത മോളാണ്. പിന്നെ ഒരു മോനുണ്ട്. മോനവിടെ മെഡിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാൻകൈൻഡിൽ. പിന്നെ എൻ്റെ മരുമകനാണ്. പിന്നെ ഹസ്ബൻഡ്, മോളുടെ കുട്ടി. മോൻ്റെ കല്യാണം കഴിഞ്ഞു. വീട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ. ശരണ്യാണ്, മരുമകളുടെ പേര് ശരണ്യ എന്നാണ്. 3 കുട്ടികളാണ്. ഓട്ടോമൊബൈൽ ഫീൽഡാണ്. ഷോപ്പ്, ഒരു ചലക്കടയിൽ ഷോപ്പില്. ഇല്ല, ഞാൻ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ളൂ ഓട്ടോമൊബൈലിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ട്. ഇല്ല, 3 വീലർ മാത്രം. LIC ഏജന്റുമായിട്ട് കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഒരു തവണ മുടക്കിയ അവര് ഫോളോ അപ്പ് ചെയ്യുന്നേ പകള്ളൂ. പൈസ വാങ്ങിച്ചാൽ അവരുടെ പൈസ പോകാണ്ട നോക്കണം. അതിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷം ഒരു പൈസ അടച്ചാൽ അവർ പൈസ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള ഒരു റൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പാർട്ടികളെ നോക്കുമ്പോൾ അവർക്ക് നല്ല ഹൈ പോളിസികളൊക്കെ ഇട്ട് കൊടുക്കും. അതില്ലാച്ചെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടുള്ള പോളിസികൾ കൊടുക്കും. ഇപ്പോഴത്തെ പോളിസിയിൽ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഏതാ? മണി ബാക്ക് ആണോ? ഏതാണ്? മണി ബാക്കാണ് ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഏർപ്പാടാവുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ പോളിസികൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്കീമാണ്. അതിൽ ധാരാളം പൈസ കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരും. ചേട്ടൻ ഈ കാശ്മീരിന് പിള്ളേർ വരണമെന്നാ പറഞ്ഞത്. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? എങ്ങനെ വരണമെന്നാ? ഫാമിലി ആയിട്ടും വരുന്നത് നല്ലതാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാം, ഓക്കെയാണ്. പിന്നെ
ന്യൂലി മാരീഡ് ആണെങ്കിൽ അവർക്ക് ഹണിമൂൺ എന്നുള്ള രീതിയിലും ചൂസ് ചെയ്യാം. ചേച്ചി എങ്ങനെ ഈ പാക്കേജ് വന്നത്, ഈ ഹോട്ടലിലൊക്കെ വരാനുള്ള പാക്കേജ്? ഇവിടെ നമ്മുടെ അവിടെ കൊച്ചിയിലുള്ള പ്ലുമേറിയ ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരാണ് നമുക്കിതൊക്കെ ബുക്ക് ചെയ്ത് തന്നത്. അവരൊക്കെ ഇതുവരെ നമുക്ക് സർവീസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവർ ഐറ്റിനറിയിൽ എത്ര ദിവസത്തെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്? 5 ദിവസം 5 days 4 nights അങ്ങനെ. 7 ദിവസത്തേക്ക് എടുക്കാൻ തോന്നുന്നു ഇപ്പോൾ എടുക്കാമായിരുന്നു എന്ന്. ഇനി 2 ദിവസം കൂടി കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അതെ, പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്നവരായിരുന്നു. ആ ടിക്കറ്റും ബുക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും പ്രാവശ്യം നടക്കില്ല. ചേച്ചി പറ, കാശ്മീരിൽ ആദ്യം വന്ന് ഇറങ്ങിയത് എവിടെയാണ്? ഞങ്ങൾ എയർപോർട്ടിൽ. എന്നിട്ട് അവരെങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഞങ്ങൾ നേരെ ആക്ച്വലി കുറച്ച് ഗാർഡൻസ് ഒക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഒരു 2 hours ഒരു മിസ്സിങ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമേ പറ്റിയുള്ളൂ. പിന്നെ നേരെ ഞങ്ങൾ ഇവിടെ സ്റ്റേവിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോനാമാർഗ് പോയി. അവിടെ ഐസ് പോയിന്റും 0 പോയിന്റ് നല്ലതായിരുന്നു. ഇല്ല, അങ്ങോട്ട് പോയില്ല. അതിന് അപ്പോൾ നമ്മളൊരു വേറൊരു എക്സ്ട്രാ ദിവസം കൂടെ കണ്ട് വേണം. ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം എങ്ങോട്ടാണ്? ഇന്നിപ്പോൾ ഗുൽമാർഗാണ് പ്ലാൻ. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ഫേസും ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തെ എങ്ങോട്ടൊക്കെ ആയിരിക്കും അറിയാമോ? നാളെ ഇപ്പോൾ പഹൽഗാമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റന്നാൾ കുറച്ച് കാലത്ത് കുറച്ച് ഹൗസ് ബോട്ടിലാണ് നാളെ ഞങ്ങൾ സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയല്ല ഹൗസ് ബോട്ടാണ് പറയുന്നത്. അതല്ലേക്ക്. അപ്പോൾ അവിടെ ഷിക്കാര റൈഡ് കഴിഞ്ഞിട്ട് അങ്ങനെ ഹൗസ് ബോട്ടിലേക്ക് പോകാന്നുള്ളൊരു ഐഡിയ ആണ്. പിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഇന്നലെ മാത്രമാണ് ഞങ്ങൾ പോയേക്കണത്. അതിലിപ്പോൾ ഞങ്ങൾക്ക് ഐസ് പോയിന്റ് ഓക്കെ സൂപ്പറായിരുന്നു. സ്നോഫാൾ ഉണ്ടായിരുന്നു. ഇല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. മഞ്ഞുള്ള മലകളായിരുന്നു സൈഡിൽ. ഇല്ല, ഡാൻസ് നല്ല രസമായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അന്നേരം പെയ്യായിരുന്നു. അപ്പൊ അവിടെയുള്ള ഗ്രൂപ്പായിട്ട് നിന്ന് ഡാൻസിങ് ഉണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, വളരെ സന്തോഷമായി. നിങ്ങൾ ഈ ടൂറായിട്ട് വേറെ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്? ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ.